ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കിട്ടോ. ഇതൊക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോമ്പ് കാലത്ത് കണ്ട ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് ഇത്തരം ചെറുപ്പക്കാരെയാണ് നമ്മളെ നാടിന് ആവശ്യം അല്ലേ. ഇവർ ചെയ്യുന്നൊരു നന്മ നിങ്ങളെല്ലാവരും കാണുക. അത് ഞാൻ വിശദമായി ഇത് കാണിച്ചു തരട്ടോ. നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മൾ നോമ്പ് നോറ്റിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കടകൾ തുറക്കാത്ത സാഹചര്യങ്ങൾ, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒരു ദിവസം ഒരു ഭീമമായ ചെലവ് വരുന്ന ഇത്രയും നല്ലൊരു പ്രവൃത്തി ഈ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് കണ്ടോ. അതും ഇത് ഒരു വർഷം കൊണ്ട് തുടങ്ങിയതുമല്ല, 12ഓളം വർഷമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു വലിയൊരു നന്മ നിറഞ്ഞ പ്രവൃത്തി കേട്ടോ. അപ്പോൾ ആദ്യത്തിനെ പറ്റി ഞാൻ വിശദമായി പറഞ്ഞുതരാം. അതിന് മുന്നേ ഇന്നത്തെ ഇവർ കൊടുക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അതുണ്ടല്ലേ, നല്ല ഫ്രഷ് നല്ല ചൂടുള്ള സമൂസ ഇട്ടാണ്ട, ചൂട് പോലും പോയിട്ടില്ല. പിന്നെന്താ മിനറൽ വാട്ടർ, ഇതൊക്കെ ഇതിൽ പാക്ക് ചെയ്യാണിതാ നമ്മളെ കാരക്കല്ലേ, കാരക്ക. അതോടൊപ്പം തന്നെ നല്ല ഫ്രൂട്ട്സ് കിട്ടും, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ഞാൻ കാണിക്കാം. അപ്പൊ ഇത് ഷെയർ ചെയ്യുക. ഇവർ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന നന്മയാണ്. ഇത് കണ്ടോ, മുന്തിരിയൊക്കെ കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. വത്തക്കത്തൊക്കെ ഇനി കട്ട് ചെയ്യാനുള്ള കേട്ടോ. ഇതുണ്ടോ, കട്ടിങ് ഇവിടെ മോൻ തുടങ്ങിയിട്ടുണ്ട്. മോനെ ഷെയറല്ലേ? ഇത് കണ്ട, എന്താ അടിപൊളി കക്കരിക്കല്ലേ, സുജായി. ഇതുണ്ടോ, നല്ല ഫ്രഷ് അല്ലേ ബോസ്? ഉഷാർ. എപ്പോ വന്നതാ? എപ്പത്തിട്ടുള്ളല്ലേ? അത് ശരി. ഇതുണ്ടോ, നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള വത്തക്കട്ടോ. അപ്പൊ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വിഭവങ്ങള്, വത്തക്ക, കക്കരിക്ക, നമ്മളെ മുന്തിരി, പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളവിടെ സമൂസ, അതുപോലെ തന്നെ ഇത് കാരക്കട്ടോ, പിന്നെ മിനറൽ വാട്ടർ. ഇതാണ് ഇന്നത്തത്. ഓരോ ദിവസം പല രീതിയിലാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട സക്കരിയ ആ ടീമാണ്. സക്കരിയ, അതെ 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 അതെ. അപ്പോ സക്കരിയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ചെയ്യുന്ന ഒരു കൂട്ടായ്മനെ ഞാൻ ബോർഡ് ഞാൻ കാണിക്കാം. നമ്മള് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇത് ഏത് സംഘടന ഉള്ളത്? അബ്ദുറഹ്മാൻ നഗർ ഇതെന്താ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് കേട്ടോ. അതിന്റെ ഒരു വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങള് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പോസ്റ്റ് കാണുന്നില്ലേ? ഇത്രയും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ് ഇതിന് പിന്നില്. കണ്ടോ, ഇതിനിവിടെ ബോർഡും കൊടുത്തിട്ടുണ്ട്. എന്ത്? വഴിയാത്രക്കാർക്കുള്ള നോമ്പ് തുറ കൃത്യമായിട്ട് ഏറനഗർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കേട്ടോ. അപ്പൊ ഇവരുടെ പ്രവൃത്തി ഇത് ആരോ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സംഘടന എന്നുള്ളതിനപ്പുറം മനുഷ്യത്വമുള്ള നല്ലൊരു പ്രവൃത്തിയാണ് അല്ലെ. ഈ ഒരു മാസത്തില് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ, ഒരുപാട് പ്രിയപ്പെട്ടവർ ഇതുപോലെ നോമ്പൊക്കെ നോറ്റിട്ട് ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ എത്രയോ വാഹനങ്ങൾ, മെയിൻ ഹൈവേ ആണ്. അപ്പൊ ഈ ഒരു ലൊക്കേഷൻ കൂടി പറഞ്ഞുതരാം. ഈ ഭാഗത്തിൽ കൂടി പോകുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ കണ്ടില്ലേ, ഈ ഒരു പെട്രോൾ പമ്പ് എവിടെ സ്ഥിതി ചെയ്യും? ഈ പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടാണ് ഇത്. കണ്ടോ, മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ നല്ലൊരു ഷെഡ് കെട്ടിയിട്ട് ആണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തി കേട്ടോ. അപ്പൊ നമ്മള് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം ജംഗ്ഷനാണ് നിങ്ങൾ ആ കാണുന്നത്. കൊളപ്പുറം ജംഗ്ഷനിൽ നിന്നും നമ്മളെ കോഴിക്കോട് റോഡാണിത്. കണ്ടോ, ഇത് തൃശ്ശൂർ റോഡ്. നമ്മളെ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ റോഡില് കൊളപ്പുറം എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് പെട്രോൾ പമ്പ് ഉണ്ട്. ആ പമ്പിനോട് ചാരിയിട്ടാണ് കേട്ടോ. അതാണ് പെട്രോൾ പമ്പ്. ഓക്കെ, ആ പെട്രോൾ പമ്പിനോട് ചാരിയിട്ടാണ് ഇവര് ഈ ഒരു നല്ല പ്രവൃത്തി കാണുമ്പോൾ മനസ്സിന് ഇത്ര സന്തോഷം നൽകുന്ന ഈ ഒരു കാഴ്ച കേട്ടോ. അപ്പൊ ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓരോരോ നോമ്പ് കാലത്തും ഇതുപോലെ മറ്റുള്ളവർക്ക് പ്രചോദനം കൂടി ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ഇവിടെ ഏറ്റവും നല്ല പ്രവൃത്തികൾ കാണുന്നു. ഈ വഴിയാത്രക്കാരായ ആളുകൾ ആരൊക്കെ നോമ്പ് നോറ്റിട്ട് യാത്ര ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ കേട്ടോ ഇവരെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്തുനിന്നും ഇവിടെ നിന്നും കൊടുക്കും. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നവരുണ്ടാവും. അത് ആ സൈഡിലും പോയി നിൽക്കും കേട്ടോ. ഞാൻ ആ സൈഡ് കൂടി കാണിക്കാം ഇവരെ പോയി നിൽക്കുന്ന സ്ഥലമൊക്കെ. അപ്പൊ ഇതിലൂടെ ഞാൻ ഇതൊക്കെ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ആ പാസ് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കേട്ടോ.
അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് കാണിക്കാം. പോട്ടെ ആദ്യം വണ്ടിയൊക്കെ ഒന്ന് പോട്ടെ, ഞാൻ കാണിക്കാം. അതിന് മുന്നേ സക്കരിയ എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ, ലൈവാണ്. പറയാനുള്ളത് വെച്ചാല് അബ്രഹ്മാനഗർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി കഴിഞ്ഞ 11 വർഷം, ഇത് 12ാമത്തെ വർഷമാണ് ഇത് നടത്തുന്നത്. ഒരുപാട് ആൾക്കാരുടെ മനസ്സറിഞ്ഞ സഹായമുണ്ട്. പ്രവർത്തകർ 5 മണിക്ക് ശേഷം നമ്മൾ പ്രവർത്തകർ ഓരോ ദിവസങ്ങൾ വരും. വന്നിട്ട് ഇത് പാകം ചെയ്യുന്നു. ബാങ്ക് കൊടുക്കാത്തതിന്റെ കുറച്ച് സമയം മുന്നേ ഇതൊക്കെ വിതരണം ചെയ്യും. അതിന് മുന്നേ വണ്ടികൾ വന്ന് നിർത്തുന്നു. അവർക്ക് കൊടുക്കും. ദൂര യാത്ര അത്തരത്തിൽ കോഴിക്കോട്ടേക്ക് പോകേണ്ടവർക്കും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർക്കും ഇവിടെ വന്ന് സാധനം അവർ കൊണ്ടുപോയിക്കാണ്ട് കൊടുക്കും. നമുക്ക് ഇറങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. റോഡ് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണ് പ്രവർത്തകർ ഇതിനു വേണ്ടി എല്ലാ ദിവസവും റമദാൻ 30 ദിവസം 29, 30 ദിവസം വീട്ടിൽ നിന്ന് നോമ്പ് മുറക്കാതെ ഇവിടെ വന്ന് മറ്റുള്ളവരുടെ വേലയിൽ പങ്കെടുത്തിട്ട് പോകുന്നത്. വളരെ സന്തോഷമാണ്. ഒരു ദിവസം ശരാശരി എത്ര രൂപ ചെലവ് വരുന്നുണ്ടാവും? ശരാശരി ഒരു 4000-നും 5000-നും ഉള്ളിൽ ഞങ്ങൾക്ക് ചെലവ് വരും അല്ലേ? അത് ശരി. അപ്പോ ഓരോ ദിവസം ഓരോ ഐറ്റംസുകൾ തന്നെ ആവൂലേ? പല ഐറ്റംസുകളാവും? അല്ലല്ല, ഐറ്റംസ് ഈ ഫ്രൂട്ട്സ് ഐറ്റംസും പൊരി ഐറ്റംസും വെള്ളം എന്നുള്ളതിലാണ് നൽകുന്നത്. അത് ചിലപ്പോൾ ഫ്രൂട്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ. ഓക്കെ, അപ്പൊ ഏതായാലും ഒരു നല്ല പ്രവൃത്തിയാണ്. ഇവർ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ എന്ന് വരുന്ന കോഴിക്കോട്ടേക്ക് വരുന്ന ആ റോഡുണ്ടല്ലോ, ഹൈവേ എന്നെ ചെറുപ്പത്തിൽ നിങ്ങൾ കാണുന്നത്, അവിടേക്കൊക്കെ ഇവിടുന്ന് ഇറങ്ങാൻ തന്നെ പണിയാട്ടോ. അപ്പൊ അത്രയും ഒരു റിസ്ക് ആണ് ഇതൊക്കെ എത്തിച്ച് എല്ലാവരിലേക്ക് എത്തിക്കാൻ. അപ്പൊ അങ്ങനെ നല്ലൊരു പ്രവൃത്തി കണ്ട കാഴ്ച നിങ്ങളിലേക്കാണ് എത്തിച്ചതാണ്. ഒരുപാട് പേർക്കിത് ഉപകാരപ്രദമാവട്ടെ. കണ്ടോ, ഒരു മിനിറ്റ് സ്പോട്ട് കാണിക്കാം. കണ്ടില്ലേ? അപ്പൊ ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ ഒരു സ്പോട്ട് കേട്ടോ. ഇവിടെ അറിയാലോ, ആ സൈഡിൽ നിന്നാണ് നമ്മളെ തൃശ്ശൂരിൽ നിന്നുള്ള ബസ് പോവുക കോഴിക്കോട്ടേക്ക്. അപ്പൊ ആ ഒരു സൈഡിലും ഇവർ നിൽക്കുന്നുണ്ടാവും. ഇനി ആ സർവീസ് റോഡിന്റെ സൈഡിലും ഉണ്ടാവും കേട്ടോ. അതോടൊപ്പം തന്നെ അതാ ഇവിടെ ഉണ്ടാകും. അപ്പൊ കൃത്യമായി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഏറ്റവും നല്ല നന്മ നിറഞ്ഞ പ്രവർത്തികൾ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടയ്ക്കാൻ പാടുണ്ടോ? ഇല്ലല്ലേ? സമയമില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. ഞാൻ പല സാഹചര്യങ്ങളിലൂടെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ലൈവ് ആയിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം എത്തിച്ചതാണ്. എല്ലാ വർഷവും ഞാൻ ഇവിടുത്തെ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ നന്മ നിറഞ്ഞ എന്ത് പ്രവൃത്തി കണ്ടാലും എന്നെക്കൊണ്ട് കഴിയുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്രദമാവട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഓക്കെ, താങ്ക് യു.